ബസ്സിലോട്ട് കയറാനായിട്ട് പോയി. ഇവിടുന്ന് ഡയറക്റ്റ് മഹാബലിപുരം ബസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 109 എന്ന നമ്പറിലുള്ള ബസ്സിൽ വേണം കയറാൻ. ഇവിടെ എല്ലാം ബസ്സിന് നമ്പറുകളാണ്. ഓരോ സ്ഥലത്തേക്ക് ഓരോ നമ്പർ ബസ്സുകൾ വേണം നമ്മൾ കയറാനായി. അങ്ങനെ 109 എന്നുള്ള ബസ്സിൽ കയറി നമ്മൾ കോവളത്താണ് ഇറങ്ങേണ്ടത്. കോവളം എന്നൊരു സ്ഥലമുണ്ട്. കോവളത്തു നിന്ന് 588 ബസ്സിൽ കയറി നേരെ മഹാബലിപുരത്ത് എത്താം. 60 രൂപയാണ് ബസ്സിന് ടിക്കറ്റ്. AC ബസ്സാണ്. ഇവിടെ എല്ലാവരും കാർഡാണ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിച്ചു. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 55 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മൾ ബസ് മാറി വേണം കയറാനായിട്ട്. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ്. ഇതാണ് ചെന്നൈയിലെ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ തീരത്ത് നമ്മൾ ഈ പോകുന്ന കടൽ തീരമാണ്. കടൽ തീരത്തോടെയാണ് ഈ യാത്ര പോകുന്നത്. ഇത് മൊത്തം നമ്മൾ മറീന ബീച്ചിൻ്റെ ഭാഗമാണ് ഈ കടൽ തീരം ഫുള്ള്. ഈ കടൽ തീരത്തൂടെയാണ് നമുക്ക് യാത്ര. അങ്ങോട്ട് മൊത്തമില്ല, ഒരു 2 കിലോമീറ്ററിൽ അടുത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 11:30 കൂടി നമ്മൾ മഹാബലിപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ എന്ന് പറയാൻ പറ്റില്ല, സത്യത്തിൽ ഇതൊരു ട്രാവൽ ഗൈഡ് പോലെ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങൾ, അതായത് 5 സ്ഥലങ്ങൾ ഉണ്ട്. അത് 550 രൂപയാണ് ഇവിടുത്തെ ഒരു റേറ്റ്. ഈ 550 രൂപയ്ക്ക് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാം ഫുള്ള് സ്ഥലം കണ്ട് എല്ലാം നമ്മളെ കൊണ്ട് നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഈ ചേട്ടനെ ഡ്രോപ്പ് ചെയ്യും. അത് ഇവരുടെ ഒരു ടൂറിസ്റ്റ് ഇതാണ്. ഇവരുടെ ഓട്ടോക്കാരുടെ ഒരു യൂണിയൻ പോലെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ചേട്ടന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നില്ല, ക്ലിയർ ആയിട്ട് ഒരു ഗൈഡ് പറയുന്ന പോലെ തന്നെ എല്ലാം പറഞ്ഞ് നമുക്ക് ക്ലിയറാക്കി. എനിക്ക് വളരെ ഒരു പ്രൗഡായിട്ടൊരു തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചേട്ടന് സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതായത് നല്ല അടിപൊളിയായിട്ടാണ് ചേട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എന്നോട് ഫുള്ള് ചേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഇംഗ്ലീഷിലാണ്. എൻ്റെ വേഷവും തൊപ്പിയും കോലവും ഒക്കെ കണ്ടിട്ടായിരിക്കും. എന്താണെങ്കിലും ചേട്ടൻ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ഇതിൽ നമുക്ക് കാണാം. ചേട്ടന് ഏതായാലും ഈ ഡേ ഫുള്ള് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കണം. ഈ 40 രൂപയാണ് ടിക്കറ്റിന്. അത് വിദേശികളാണെങ്കിൽ അവർക്ക് 600 രൂപയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് 40 രൂപ മതി. അപ്പം ഈ ഒരു ടിക്കറ്റിൽ നമുക്ക് ഈ പ്രധാന 5 സ്ഥലങ്ങളിലും നമുക്ക് കയറാൻ പറ്റും. ഈ ടിക്കറ്റ് നമ്മൾ കളയാതെ സൂക്ഷിക്കണം. ഇതാണ് ഇവിടുത്തെ മെയിൻ ടിക്കറ്റ്. ഈ ടിക്കറ്റിനാണ് നമുക്ക് 5 സ്ഥലങ്ങളും കാണാം 40 രൂപയ്ക്ക്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ 5 രഥാസ്, ഇതിലെ രഥങ്ങളുടെ ആകൃതിയിലുള്ള ഏകശിലാരൂപത്തിലുള്ള പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടം.